CBI സ്റ്റാൻഡിംഗ് കൗൺസിൽ നിയമനത്തിൽ അനിൽ ആന്റണിക്കെതിരെ കോഴാരോപണം ഉന്നയിച്ച ദല്ലാൽ നന്ദകുമാറിന് BJPയിലും ഉന്നത ബന്ധമാണ്. സംസ്ഥാന BJPയുടെ ചുമതലക്കാരനായി പ്രകാശ് ജാവ്ദേക്കർ കേരളത്തിലെത്തിയപ്പോൾ സ്വീകരിച്ചത് നന്ദകുമാറാണ് എന്നതിന് തെളിവുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസ്. കേരള BJPയുടെ സംഘടനാ ചുമതലയുള്ള പ്രഭാരിയായി മുൻ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തുന്നതാണ് ദൃശ്യങ്ങളിൽ. സ്വീകരിക്കുന്നത് ദല്ലാൾ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന TG നന്ദകുമാർ. ഇരുവരും തിരുവനന്തപുരത്തെത്തിയത് ഒരേ വിമാനത്തിൽ. BJP ഓഫീസിലെ കാർ ഒഴിവാക്കി നന്ദകുമാറിന്റെ വാഹനത്തിലായിരുന്നു ജാവ്ദേക്കറുടെ തുടർന്നുള്ള യാത്ര. പ്രകാശ് ജാവ്ദേക്കർക്ക് എന്നെ അറിയാതെ ഒരു സ്ട്രേഞ്ചറിന്റെ വണ്ടി കയറൂലല്ലോ. വാടകയ്ക്കത്തെ ടാക്സി തന്നെയാണ് അധികം യാത്ര ചെയ്തത് എന്നോടൊപ്പം. എന്റെ ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ബന്ധങ്ങളെ തേടി അന്വേഷിക്കലല്ല, ബന്ധങ്ങൾ എന്നെ തേടി വരുന്നത്. AK ആന്റണി പ്രതിരോധ മന്ത്രിയായിരിക്കെ CBI സ്റ്റാൻഡിംഗ് കൗൺസിൽ നിയമനത്തിൽ അനിൽ ആന്റണി 25 ലക്ഷം കോഴ വാങ്ങിയെന്ന് നന്ദകുമാർ ആരോപിച്ചതോട് പ്രകാശ് ജാവ്ദേക്കർ പ്രതികരിച്ചിരുന്നില്ല. നന്ദകുമാറിനെ അറിയില്ലെന്നായിരുന്നു മറുപടി. അനിൽ ആന്റണിക്കെതിരായ ആരോപണം തിരഞ്ഞെടുപ്പ് രംഗത്ത് ചർച്ചയായതിന് പിന്നാലെയാണ് ഉന്നത BJP നേതാവിനുൾപ്പെടെ നന്ദകുമാറുമായി ബന്ധമുണ്ടെന്ന് വ്യക്തമാകുന്നത്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.